ഹിറ്റ് പടം തന്നെ ശിവയണ്ണൻ എടുത്ത കങ്കുവ മൂവിയാണിത്. കങ്കുവ എന്ന് പറഞ്ഞ പടം നമ്മൾ കാണാൻ കാരണം ശിവയണ്ണനാണ്. ശിവയണ്ണന്റെ മുകളിലുള്ള ബിലീഫ്. പടം തുടങ്ങുന്നത് തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിന് മുമ്പ് ഫസ്റ്റത്തെ പീരീഡാണ് കാണിക്കുക. ഈ ചെക്കന് ലാബിൽ ഇരുത്തിയിട്ട് എന്തൊക്കെയോ കാണിക്കുമ്പോൾ ഈ ചെക്കന് കലിപ്പായി ചാടി ഓടും, നേരെ ഗോവ എത്തും ട്രെയിൻ കയറി. ഗോവ എത്തിക്കഴിഞ്ഞാൽ ഗോവയിലാണ് നമ്മുടെ ഫ്രാൻസിസ് ഉള്ളത്. ഫ്രാൻസിസ് വേറെ ആരുമല്ല, സൂര്യണ്ണൻ. പുള്ളി ഒരു ബൗണ്ടറി ഹണ്ടറാണ്. ഈ കുരിപ്പ് പുള്ളിന്റെ ആളാണ്. ഈ കുരിപ്പ് ഒരു ബൗണ്ടറി ഹണ്ടറാണ്. പിന്നെ ഈ രണ്ട് കുരിപ്പുകളും കൂടെ കിടന്ന് കാണിക്കുന്ന പൊളയടിയും കൊണയടിയും കേട്ടാ 5 lakhs enter kodu muchadu nanda யாரா அவன புடிச்சது pucha yaar pucha പടം പോസ് ചെയ്ത് കടന്നുറങ്ങാനാ തോന്നുന്നു. ഈ ബൗണ്ടറി ഹണ്ടിങ്ങിന് മുമ്പ് സൂര്യണ്ണൻ ഒരുത്തനെ വെടിവെച്ചിടുമ്പോ അത് ഈ ചെക്കൻ കാണും. അല്ലെങ്കിൽ ഈ കുരിപ്പ് എങ്ങനെ ഈ കപ്പലിൽ വന്നത്? പിന്നെ സൂര്യണ്ണന് ഈ ചെക്കനെ കാണുമ്പോൾ ഇമോഷണലി ട്രാൻസിഷൻസ് ഒക്കെ വരും മൈൻഡിൽ ഇങ്ങനെ മാറി മറിഞ്ഞ്. അപ്പൊ തന്നെ കാര്യം പിടികിട്ടില്ല. പാസ്റ്റിൽ എന്തോ കൊണയടിച്ച് വെച്ചിട്ടുണ്ട് ഈ രണ്ട് പുള്ളിക്കാരും കൂടെ ചേർന്നിട്ട്. ആക്ച്വലി ഈ ചെക്കന് ഒരു സൂപ്പർ പവർ ഉണ്ട്. ബ്രെയിനിൽ ഒരു ചിപ്പും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് വില്ലന്മാര്. ഈ ചെക്കനെ വില്ലന്മാര് തെരഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് ഈ ചെക്കനെ കാണും, അങ്ങനെ പിടിക്കും, ഷൂട്ട് ചെയ്യും. സൂര്യണ്ണൻ അവിടെ നിന്ന് ഈ ചെക്കനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വണ്ടിന്റെ പിന്നാലെ ഓടും. ഓടുന്നതിന്റെ ഇടയിൽ ഇടിപ്പടച്ചൊന്ന് കിട്ടും. എന്നാലും സൂര്യണ്ണൻ വിളിച്ച ഒറ്റ ഓട്ടമാണ്. ഓടി 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 അവസാനം ഓടൽ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പാസ്റ്റ് മാറി മറിഞ്ഞ് കാണിക്കുന്നതിന്റെ ഇടയിൽ പാസ്റ്റിൽ ആക്ച്വലി എന്താ നടക്കുക എന്ന് കാണിക്കും. ഒരമ്മൂമ്മ കഥ പറയും. കഥയിൽ ബിൽഡപ്പ് ഒക്കെ കേട്ടാൽ മനസ്സിലായി സൂര്യണ്ണനുള്ള എൻട്രി ആണെന്ന്. ഈ കടൽ പ്രദേശത്തിൽ കുറെ റോമൻ ആൾക്കാർ വന്നിട്ട് കുറച്ച് നാട്ടുവാസികളിനൊക്കെ പിടിച്ചിട്ട് ഈ ഏരിയനെ ഓക്യുപ്പൈ ചെയ്യാൻ തീരുമാനിച്ച് മൊത്തം മാപ്പൊക്കെ വെച്ച് വരേടിയാണ്. അങ്ങോട്ട് സ്പീഡിന് നടകാളെ വരേടീൻ്റെ ഇടയിൽ ശേഷം ഒരുത്തൻ പറയും, ഞാൻ ആ സ്ഥലം മൊത്തം ഓക്യുപ്പൈ ചെയ്തു തരാം, അതിന് എനിക്ക് തങ്കക്കാശ് വേണമെന്ന് പറയും. റോമൻ എംപയർ പറയും ഓക്കെ. ഇവിടെ മൊത്തം നിറയെ നാടുണ്ട്. നാട് 1, നാട് 2, നാട് 3, നാട് 4, നാട് 5. നാട് 1 വന്ന് തണുപ്പായിരിക്കും, നാട് 2 വന്ന് വെയിലായിരിക്കും, നാട് 3 വന്ന് മരുഭൂമിയായിരിക്കും, നാട് 4 വന്ന് കടലായിരിക്കും, നാട് 5 വന്ന് കാടായിരിക്കും. മൊത്തത്തിലൊരു നിഗൂഢതയാണ്. ഈ പടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവസാനിക്കുന്ന തൊട്ട് പിന്തുവരിക്കും സൂര്യണ്ണൻ കത്തലും നിലവിളിയുമാണ്. സൂര്യണ്ണൻ മാത്രമല്ല, ഈ കുറെ എണ്ണം കൂടെ കിടന്നു കത്തലാണ്. പടത്തിന്റെ ഇന്റർവെലിനൊക്കെ ഇറങ്ങിപ്പോയി പോപ്കോൺ വാങ്ങിക്കാൻ പോയാൽ ഒരുത്തൻ പോപ്കോൺ തരാൻ ലേറ്റായി നിങ്ങൾ വരെ അവിടെ നിന്ന് കത്തും. ഈ വന്ന ചെക്കൻ്റെ കൂടെ ഒരു പെണ്ണുണ്ട്, ഒരു മോനുണ്ട്. ഇവർ രണ്ടുപേർക്കും കാര്യം എന്താണെന്നറിയില്ല. ഇയാൾ വന്നിട്ട് പറയും, ഞങ്ങളുടെ നാട്ടിൽ കപ്പലുണ്ടാക്കാൻ റോമൻ എംപയേഴ്സ് വന്നിട്ട് ആൾക്കാരനെ ചോദിച്ചു, ഞങ്ങളുടെ കയ്യിൽ ആളില്ല, നിങ്ങളുടെ തന്നെ ഒരു 100 പേരിനെ തരുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ കൂട്ടിയിട്ട് പോകും. 100 പേരിനെ കൂട്ടിയിട്ട് പോയിട്ട് കാട്ടിൽ വെച്ച് ഒക്കത്തിനും കൊല്ലും. കള്ളൻ. വന്നത് ശരിയാണെന്നറിയാൻ ആ റോമൻ എംപയർ പറയും, കൈ വെട്ടിക്കൊണ്ടുവരാൻ പറയും 100 പേരുടെയും. അങ്ങനെ വെട്ടിക്കൊണ്ടുപോയി ഈ പണ്ടാരക്കാലം നേരെ എടുത്ത് അത് കടലിലെറിയും. പിന്നെ എന്തിനാടാ ഒട്ടാൻ പറഞ്ഞത്? കണക്ക് കാണിക്കാനല്ലേ. രണ്ടാം പ്രാവശ്യവും ഇതേ ത്വരവായിട്ട് ഇയാൾ വരുമ്പോൾ പുള്ളിക്കാരൊക്കെ കണ്ടുപിടിക്കും. പറയേണ്ട ലോബിയേഴ്സ് അവിടെയാണ് അണ്ണൻ്റെ എൻട്രി. ഈ കള്ളനെ കൊണ്ടുവന്ന് മൊത്തം വിറകും കട്ടയൊക്കെ വെച്ച് കത്തിക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഭാര്യയും മക്കളും ഉടന്ന് കരയും. അപ്പോൾ നാട്ടുകാരൊക്കെ പറയും ഇവരിനെയും കൊളുത്തണം, അവനെ മാത്രം കൊളുത്തിയാൽ പോരാന്ന് പറയും. അവസാനം വേറെ വഴിയില്ലാണ്ട് ഭാര്യ നേരെ തീയിലോട്ട് ചാടി ചാവും. പിന്നെ ഈ പെരുങ്ങിച്ചക്കരെ കയ്യിൽ കൊടുത്തിട്ടാ പോവാ ഭാര്യ. അതുകൊണ്ട് സൂര്യണ്ണന് ഒരു തലവേനയാവും ബിക്കോസ് വളർത്താൻ. പിന്നെ ബോബി ഡിയോൾ വന്നിട്ട് ഇവിടെ മരുഭൂമി പ്രദേശത്തിലാണ് ജീവിക്കുന്നത് പുള്ളിക്കാരനെ കാണിക്കുമ്പോൾ വെറുതെ വേണാൻ വേണ്ടിക്ക് ഒരു ചോരമഴ അതിലങ്ങനെ നനഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വരിക. പുള്ളിക്കാരൻ്റെ 2 മക്കളിനെയും കങ്കു അണ്ണനെ തട്ടാൻ വേണ്ടി അയച്ചു വിടുമ്പോൾ 2 മക്കളിനെയും കങ്കു അണ്ണൻ തട്ടി ഇങ്ങടിക്ക് പാർസൽ അയച്ചു വിടും. കലിപ്പായി കരഞ്ഞ് നമ്മളുടെ ബോബി ഡിയോൾ നേരെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കും നമ്മളുടെ കങ്കു അണ്ണനെ. പിന്നെ ഇതിലൊരു പാട്ടുണ്ട്, കാലിലാരടെ കത്തിച്ചു വിട്ടത്. പാട്ടെന്ന് പറഞ്ഞാൽ അന്യായ പാട്ടാണ്. ഡയലോഗിൽ മാത്രം കത്തുന്നു വെച്ചാൽ പാട്ടിലും അലറാണ്. അങ്ങനെ സൂര്യണ്ണൻ കാട്ടിൽ ജോഗിങ് പോകുമ്പോൾ അവിടെ എല്ലാ മരത്തിലും കയറി മണത്ത് നോക്കുമ്പോൾ അവിടെ എന്തോ ബ്ലഡിന്റെ മണം വരും. അപ്പം മൊത്തത്തിൽ മനസ്സിലാക്കും ഇവിടെ ആരൊക്കെയോ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന്. ഈ ഫൈറ്റ് തുടങ്ങും. മൊത്തത്തിൽ അടിയും തെറിപ്പിക്കലും കൊല്ലലൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ സൂര്യണ്ണന്റെ കത്തി മറന്നു വെച്ചിട്ട് വരും. അപ്പോൾ ഈ ചെക്കൻ്റെ അടുത്ത് കത്തി കൊണ്ടുവരാൻ വേണ്ടി പറയും. ഈ ചെക്കൻ ഓടിപ്പോയി കത്തി എടുത്തിട്ട് വരുന്ന സാക്കിൽ കത്തി എടുത്ത് നമ്മുടെ സൂര്യണ്ണന്റെ നെങ്ങത്ത് തന്നെ ഒരൊറ്റ ഇറക്കിറക്കും. അങ്ങനെ അവിടുത്തെ ഫൈറ്റൊക്കെ ജയിച്ച് നേരെ ഇവരുടെ ദേശത്തേക്ക് വരുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയും ഈ ചെക്കനെ കൊല്ലാൻ. എന്താ വെച്ചാൽ നിന്നെ തന്നെ കൊല്ലാൻ നോക്കിയല്ലോ, കൊല്ലടാ പറയും. അപ്പൊ സൂര്യണ്ണൻ ആ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ആ കുട്ടിനെ കൊല്ലാൻ സമ്മതിക്കില്ല. ഒക്കെ കൂടെ കല്ലെടുത്ത് എറിയും. നമ്മുടെ സൂര്യണ്ണന്റെ മേലേക്ക് തട്ടും കല്ല് പുല്ല്.
ഈ ചെക്കനെയും കൂട്ടിയിട്ട് ഒരു കാട്ടിനകത്തേക്ക് പോകും സൂര്യണ്ണൻ. നാട് വിട്ട് പോണ പോലെ. ആ കാട്ടിനകത്താണെങ്കിൽ ഫുൾ പുലിയും വന്യമൃഗങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അവര് പറയും ആ ചെക്കൻ അങ്ങടേക്ക് വിട്ടേക്ക്. ഒരു ദിവസം കൂടെ അവൻ താണ്ടില്ല. ഒക്കെ കൂടെ കടിച്ച് പിച്ച് ചിന്തി ഈ ചെക്കനെ കൊല്ലുംന്ന് പറയും. അപ്പോൾ സൂര്യണ്ണൻ ഇവനെ മകനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാനും പോവും ഇവന്റെ കൂടെ എന്ന് സൂര്യണ്ണൻ പോവും. പിന്നെയാണ് മറ്റേ പാട്ട്. താരാരോ താരിരരോ താരോരാരോ രാരാരോ. ഇനി ഇത് പിന്നെ കോപ്പിറൈറ്റ് വരുമോന്ന് അറിയില്ല കേട്ടാ. കഷ്ടപ്പെട്ട് സൂര്യന് മുങ്ങിയൊക്കെ ശങ്കൊക്കെ എടുത്തു കൊടുക്കും. എന്നിട്ട് ചെക്കന് ദേഷ്യം പോവില്ല. ഇവൻ തണുത്ത് കുറച്ച് നിൽക്കുമ്പോൾ തീയൊക്കെ കത്തിച്ചു കൊടുക്കും. എന്നിട്ടും ദേഷ്യം പോവില്ല. എന്നിട്ട് സൂര്യന് തീയൊക്കെ കത്തിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ ഈ ചെക്കൻ കിടന്ന് തീ കത്തിക്കാൻ നോക്കും. എന്നിട്ട് ഈ സൂര്യനും തിരിഞ്ഞതും ആ ഫുഡ് എടുത്ത് കഴിക്കും. ഏതറാവൻ. പിന്നെ ഇതിൽ പനിപ്രദേശത്തിൽ കുറച്ച് പെമ്പിള്ളാർ പോയിട്ട് ഒരു കൊണയടി ഫൈറ്റ് ഉണ്ട്. അവിടെ എത്തിയിട്ട് ഈ ബോബിഡിയോളുടെ കാട്ടുമാക്കന്മാരൊക്കെ കൂടെ ഒരു 20-25 പെമ്പിള്ളാരെ കൊല്ലാൻ നോക്കും. അപ്പൊ അവിടെ നിന്ന് കങ്കാന്ന് വിളിക്കും. അപ്പുറത്ത് കാടാണെങ്കിൽ കൂടെ കുഴപ്പമില്ല. ഇയാൾ ഏതോ ഒരു കാട്ടിലാണ്. പിന്നെ ഒരു പി എടുത്ത് കുറച്ച് വെറുപ്പിക്കൽ മ്യൂസിക് കേട്ട് നമ്മുടെ സൂര്യണ്ണനൊക്കെ കാര്യം മനസ്സിലായി തിരിച്ചു ആ അണ്ണൻ ആ കാട്ടുന്ന മ്യൂസിക്. അപ്പൊ ഈ പെമ്പിള്ളേരൊക്കെ കൂടെ പറയണം ആ അണ്ണൻ പറയുന്നത് ശരിയാണ്, അതുപോലെ ചെയ്യാന്ന് പറയും. അപ്പോഴാ മനസ്സിലാവണം മക്കളെ ഇവര് മ്യൂസിക് വഴി സംസാരിച്ചതാണെന്ന്. ഗൂസ് ബംസ് മൂവ്മെന്റ്. മൊത്തത്തിൽ ആ പെമ്പിള്ളേരൊക്കെ കൂടെ അവിടെയുള്ള ഒരു 15ഓളം ആമ്പിള്ളേരിട്ട് അടിന്ന് അടിച്ച് ഒക്കത്തിനെയും കൊല്ലും. തിരിച്ച് പി പാടും. സൂര്യണ്ണൻ അവിടുന്ന് ചിരിക്കും. മനസ്സിലായി ഒക്കത്തിനെയും കൊന്നുവന്ന്. സൂര്യണ്ണന്റെ അപ്പനെ ഓടിച്ചിട്ട് ബോബിഡിയോൾ കൊല്ലും. ആക്ച്വലി ഈ ഒരു ഫൈറ്റ് സ്റ്റാർട്ടായെന്ന് പോലും സൂര്യണ്ണന് അറിയാൻ കാരണം സൂര്യണ്ണന്റെ അപ്പനാണ്. അപ്പന്റെ മുതുകത്തിലുള്ള ഓരോ അമ്പുകളും ഊരി ഒരൊറ്റ കത്താണ്. ഒരു പരുന്ത് വന്ന് അത് എടുത്തിട്ട് സൂര്യണ്ണനെ എടുത്തു കൊടുക്കും. അങ്ങനെ ബോബിഡിയോൾ സൂര്യണ്ണനെ കൊല്ലാൻ വേണ്ടി ആട്ടുനാടിക്ക് വരും. ആട്ടുനാടിൽ ആക്ച്വലി സൂര്യണ്ണൻ ഇല്ലാന്ന് അറിയാത്ത ബോബി ഇഡിയോള് ടെലസ്കോപ്പൊക്കെ വെച്ച് നോക്കും. ആ കാട്ടിലും തീ കത്തുന്നു, ഇപ്പുറത്ത് കാട്ടിലും തീ കത്തുന്നു. അപ്പോൾ ആ തള്ളന്റെ സ്ക്രിപ്റ്റ് കറക്റ്റായി മാച്ചായതും റൈറ്റർ എഴുതി കൊടുത്ത പോലെ തള്ള അങ്ങോട്ട് കൊണയടിക്കാൻ തുടങ്ങും. ആ കൊണയടി എന്താണെന്ന് കേൾക്കണം മക്കളെ. രസമാറിച്ചിനാ ഉറുമിച്ചിനാ ഇറങ്ങിച്ചിനാ ഗംഗ. പിന്നെ പ്രസന്റിലെ സൂര്യണ്ണൻ ഇനിയും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല. ചെക്കൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. ഈ പുള്ളിക്കാരൻ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബ്ലഡ് വേറെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനൊക്കെ എത്ര ദൂരം ഓടുകൂടാ. അത് ഇങ്ങനത്തെ കാറിനെയൊക്കെ ചേസ് ചെയ്തിട്ട് ഓടുക. ഇതെന്തുവാണ് ഇത്? പിന്നെ ശിവയാണ് ഡയറക്ടർ, നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ പാസ്റ്റ് കാണിച്ച കാട്ടിൽ 500ഓളം ആൾക്കാർ വരും. സൂര്യണ്ണൻ എന്താ ഈ തീപ്പന്തെറിഞ്ഞ് കൊല്ലും. പിന്നെ മേലെ കയറ് കെട്ടി ചാക്കിന്ന് നേരെ ഈ തേളിനെയൊക്കെ വിട്ട് കൊല്ലും. വെള്ളത്തിൽ ചാടി കമ്പൊക്കെ എറിഞ്ഞു കൊല്ലും. അവിടെ വെച്ച് ഈ ചെക്കൻ്റെ മനസ്സ് മാറും. ചെക്കന് സ്നേഹം വരും. അങ്ങനെ ആ ചെക്കൻ സൂര്യണ്ണൻ്റെ കൂടെ നിൽക്കും. സൂര്യണ്ണന് സന്തോഷമാവും. സ്നേഹമായ 5 മിനിറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞില്ല. ഒരുത്തൻ വലയിട്ട് ചെക്കനെ നേരെ തൂക്കിയിട്ട് അപ്പോഴേക്കും കടലിൽ കൊണ്ടുപോയിട്ടാ. അടുത്ത ഷോട്ടിൽ തന്നെ കടലിലാണ് ചെക്കൻ. ഇതെങ്ങനെയാണ് എത്ര സ്പീഡിൽ പോയത്? അതും കരൻ്റെ അടുത്തല്ല കപ്പൽ കാണിക്കണം, നടുക്കടലില കാണിക്കണം. ഇതൊക്കെ എങ്ങനെയാടാ? അങ്ങനെ ആ കടൽ സീന് കാണിച്ച നമ്മുടെ ചെക്കനെ ട്രാപ്പ് ചെയ്തു ബോബിഡിയോൾ. നമ്മുടെ സൂര്യണ്ണൻ ആ ചെക്കനെ തെരഞ്ഞ് നേരെ കടലിലെത്തും. എങ്ങനെ എത്തിയെന്നൊന്ന് ചോദിക്കും. അണ്ണനെത്തും. അവിടെ നിന്ന് ഈ ചെക്കനെ നേരെ കെട്ടി തൊങ്ങാനിടും. കയറ് നേരെ സൂര്യണ്ണന്റെ കയ്യിലോ വിട്ട ഈ ചെക്കൻ ചാവും. താഴത്താണെങ്കിൽ ഷാർക്കുകൾ എന്തോ ഒന്നും കഴിക്കാത്ത പോലെയാ കാട്ടണം. എന്തെങ്കിലും ഒന്ന് തൊങ്ങാനിട്ടാ അങ്ങനെ ചാടി കളിക്കാൻ വരിക. വെറുതെ ഓഡിയൻസിനിട്ട് ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് ഈ ചെക്കൻ കാണിക്കുന്ന കലിപ്പിന് ആ കയറോട് സൂര്യണ്ണ എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ എല്ലാവരുടെ മൈൻഡ് വോയിസും. അണ്ണനാണെങ്കിൽ പിന്നെ ഇമോഷണൽ കിങ് ആയതുകൊണ്ട് ആ കയറ് വിട്ടേയില്ല. എന്നിട്ട് ആ ചെക്കൻ എന്നെ മനസ്സിലായി ഞാൻ ഓവർ ഉറപ്പിക്കലാണെന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ തന്നെ ആ കയറ് കട്ട് ചെയ്ത് താഴെ വീണ് ചാവും. പിന്നെ ഒരു ഇമോഷണൽ സീക്വൻസ് ആണ് ഡയറക്ടർ പ്രതീക്ഷിച്ചെങ്കിൽ എല്ലാവരും സമാധാനം എന്നുള്ള രീതിക്കായിരുന്നു ചിന്തിച്ചതെന്നാണ് എൻ്റെ ധാരണ. സൂര്യണ്ണൻ കരഞ്ഞ് ബോബിഡിയോളിനും ഞങ്ങത്ത് മാറി കചക്ക് എന്ന് കുത്തി അടിച്ച് പരത്തി ഇപ്പുറത്ത് ചപ്പാത്തി പരുവത്തിലാക്കി കൊല്ലും. ബോബിഡിയോൾ പടായ സ്ഥിതിക്ക് നേരെ അവരുടെ നാട്ടുകാരൊക്കെ കൂടെ കത്തിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ പറയും ലാസ്റ്റ് കാർത്തിക്കിന്റെ ക്യാമിയോ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആരെങ്കിലുമൊക്കെ വെറുതെ എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോഴാണ് അവനുണ്ട് എന്ന് പറയും. അവർ പറയും വില്ലന്റെ തെറ്റായ വഴിക്ക് പിറന്ന ആളാണ് ഈ കാർത്തിയ. അതുകൊണ്ട് കാർത്തിയ വന്നിട്ട് ഈ ശവം കത്തിക്കാൻ അനുവദിക്കരുത്. അത് വേറെ ഏതൊരുത്തം കത്തിക്കാൻ വേണ്ടി പോവും. ദൂരത്തു നിന്നൊരു കത്തി വരും. അവൻ്റെ 2 കൈയും കട്ടാവും. നേരെ നോക്കിയാൽ നമ്മളുടെ കാർത്തിയാണ്. എൻ്റെ ഫേസ് റിവീല്. അണ്ണൻ വന്ന് കുറെ പൊളയടിച്ചിട്ട് അവിടെ നിന്ന് കത്തിച്ചിട്ട് അണ്ണ ഒരു സ്മൈലാണ്. അങ്ങനെ പ്രസന്റ് കാണിച്ചു കഴിഞ്ഞാൽ സൂര്യണ്ണൻ ബൈക്കിലൊക്കെ ചാടിയിട്ടാണ് ഫ്ലൈറ്റിന്റെ മേലെ കയറുന്നത്. ഈ ഫ്ലൈറ്റിന്റെ ഡോർ എന്താ അടയ്ക്കാത്തത്ര നേരമായിട്ട് എന്തോട്ടെ. അവിടെ നിന്ന് മൊത്തം ഫൈറ്റ് കഴിഞ്ഞിട്ട് ആ കുട്ടിനെ രക്ഷപ്പെടുത്തിയിട്ട് അണ്ണൻ ഇങ്ങനെ ചിരിച്ചിട്ട് ക്യാമറ നോക്കി നിൽക്കും. അപ്പൊ ആക്ച്വലി ആ ലാബിൽ വേറെ ഒരുത്തനുണ്ടാവും. അവനാരാന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കാർത്തിയണ്ണൻ. എന്തുവാടേത്? അങ്ങനെ പടം കഴിയുന്നുണ്ടോ ഗൈസ്?